അദ്ദേഹത്തെ ആരെങ്കിലും വഴിതെറ്റിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ വഴിതെറ്റലിനൊന്നും അടിമപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ എന്നെപ്പോലെയുള്ള പല ആളുകളെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം വഴിതെറ്റലുകളിൽ പെടരുത്, ഏതെങ്കിലും തരത്തിലുള്ള തടവറയിലേക്ക് നമ്മൾ പോകരുത്, സ്വന്തമായ അഭിപ്രായ രൂപീകരണം ഉണ്ടാകണം, അഭിപ്രായം പാർട്ടിക്ക് വേദിക്കകത്ത് അഭിപ്രായം പറയണം, പാർട്ടിക്ക് വേദിക്കകത്ത് ഇല്ലെങ്കിൽ പുറത്ത് പറയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നിലപാടാണ്. പക്ഷെ വേദി അദ്ദേഹം തന്നു, വേദിക്കകം ഞാൻ അത് വളരെ വ്യക്തമായി ഞാനത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ വഴിതെറ്റിക്കാൻ കഴിയുന്ന ഒരാളല്ല. പക്ഷെ അതുപോലെ തന്നെ എന്നെ പോലെയുള്ള ചെറിയ ആളുകളെയും വഴിതെറ്റിക്കാൻ കഴിയില്ല. മറ്റേ മദ്യലോബിയുടെ ഇയാൾ വഴിതെറ്റിക്കപ്പെട്ടിട്ടില്ല, ഒരാൾക്കും കഴിയില്ല വഴിതെറ്റിക്കാൻ. നമുക്കൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കുമുണ്ട് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവും. അത് അവരുടെ സ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പോപ്പുലാരിറ്റിയെക്കുറിച്ചോ. എനിക്കിപ്പോൾ 100 പേരുടെ, അദ്ദേഹത്തിന് 10 ലക്ഷം ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ എനിക്ക് 100 പേരുടെ പിന്തുണ, പോപ്പുലാരിറ്റി, അതൊരു അജണ്ടയാക്കി സുധീരൻ മുന്നോട്ട് പോകുന്നുണ്ടോ? അല്ല, അങ്ങനെ അതൊന്നും എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ അജണ്ട ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായി ചിന്തിക്കരുതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഞാൻ എന്നുള്ളതിന് ഒരു പ്രസക്തി ഇതിനകത്തില്ല. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നം പൊതുമേഖലയിൽ പൊതുരംഗത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ ആരാണ് ഞാൻ ആരുമല്ല. ഞാൻ മാറ്റിയിട്ട് നാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ഇറങ്ങും. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞ കാര്യം എന്നൊന്നില്ല. എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള നയങ്ങളുണ്ട്, നയപരിപാടികളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അത് എൻഡോഴ്സ് ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മദ്യവിവാദം, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന്റെ 2 പക്ഷത്തും നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ബാറുകൾ അനുവദിക്കാൻ വേണ്ടി നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ, അനുവദിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് സുധീരൻ. എന്തിനാ അങ്ങനെ ഒരു വിവാദം കോൺഗ്രസ്സുകാർ 2 ചേരിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ കാഴ്ചവെച്ചു? അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല. അതൊന്നും എൻ്റെ വിഷയം തന്നെയല്ല. കാരണം പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് മദ്യ നിരോധനമോ അല്ലെങ്കിൽ മദ്യവർജനമോ ആണ്. പക്ഷെ അത് തീർച്ചയായിട്ടും അതിലേക്ക് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പെടുന്നവരുമായിട്ടുള്ള ഇതേ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഏറെക്കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ അവിടെ വിവാദം ഉണ്ടായത് അതുകൊണ്ടാണ്. ഇപ്പോൾ പ്രായോഗികമായി സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുന്നത് പോലെ എളുപ്പമല്ല ഒരു ഗവൺമെൻറ്റിന് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായങ്ങളെ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇവിടെ മുഴുവൻ ഈ കേരള നാട് മദ്യാസക്തി മൂലം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ചില പ്രായോഗിക നിലപാടുകൾ എടുക്കാൻ സർക്കാരിന് ചിലപ്പം അതിൻ്റേതായിട്ടുള്ള സമയം വേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ടൈം. പിന്നെ ഏതെങ്കിലും അഭിപ്രായം പറയുന്ന ആളുകളെയൊക്കെ മദ്യലോബി ബ്രാൻഡഡ് ആക്കി മാറ്റരുത്. അങ്ങനെ ഒരു പ്രവണത എവിടുന്നെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് വരുന്ന പല ആളുകളെയും, സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല ആളുകളെയും മദ്യലോബി ബ്രാൻഡഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢനീക്കവും നടക്കുന്നു. മദ്യനയത്തിൽ പുനഃപരിശോധന വേണമെങ്കിൽ അതിന് യോഗ്യതയുള്ള വേദികളിൽ അത് ചർച്ച ചെയ്യണം, ആളുകൾ വിരുദ്ധ നിലപാടെടുക്കണം. പക്ഷേ അതിനൊരു സമയവും എടുക്കും. അതിനിടയിൽ ആ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തു വരികയും അതൊരു പൊതുചർച്ചയായി മാറുകയും ചെയ്യുമ്പോഴല്ലേ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ മദ്യലോബിയുടെ ആളുകളായി മുദ്രകുത്തപ്പെടുന്ന പ്രശ്നം ഉണ്ടാവുന്നു? പാർട്ടിക്കുള്ളിൽ നിന്ന് വാർത്ത പുറത്തു വരുന്നതിൽ ഇത്തരത്തിലുള്ള അജണ്ടകളുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു തുടർ വിശദീകരണത്തിന്റെ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. മദ്യനയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരുണ്ട്. ഇപ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാരണം ആരെയും ഇതിനകത്തേക്കൊന്നും അവരിലോട്ടൊന്നും, ഇത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പല നേതാക്കന്മാരും ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അവർക്കും ഇവിടെ മദ്യനിരോധനം വേണമെന്നും മദ്യവർജനം വേണമെന്നും ആഗ്രഹമുള്ളവരാണ്. പക്ഷെ അവിടെ നമ്മൾ പ്രായോഗികമായിട്ട് ഉള്ള എതിർ പ്രതിപക്ഷ പ്രസ്ഥാനത്തിലിരിക്കുന്നവർ എത്രയോ ആളുകൾ എനിക്കറിയാം മദ്യവർജനത്തിന്. അപ്പോൾ കേരളം മദ്യാസക്തിയിൽ മൂടിപ്പോകരുത്. അല്ലെങ്കിൽ ഇന്ന് ആളോഹരി ഇതിൻ്റെ ഉപയോഗം, മദ്യത്തിൻ്റെ ഉപയോഗം പഞ്ചാബിനേക്കാൾ മുന്നിലാണ് എന്ന് വരുന്ന വാർത്തകൾ, വളരെ 12-14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് ചിന്തിക്കണം. അതിനകത്ത് ആർക്കാണ് സംശയം? സാമുദായിക നേതാക്കന്മാർ, അതിനകത്ത് ശക്തമായി എതിർക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. ഞാൻ എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന
ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ആഗ്രഹമുണ്ട്. പക്ഷേ എടുത്ത് ഒരു ദിവസം കൊണ്ട് ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് അട്ടിമറിക്കാൻ ആരെങ്കിലും നീക്കം നടത്തിയോ? സത്യത്തിൽ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് താങ്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് ചോദിക്കുന്നതിൽ ദുരുദ്ദേശമൊന്നും കൽപ്പിക്കാതിരിക്കുക. KPCC പ്രസിഡന്റ് ഇതിൽ എടുത്ത നിലപാട് കേവലമായ മദ്യവിരുദ്ധ ആദർശത്താൽ പ്രചോദിതനായിട്ടാണ് എന്ന് പറയാത്ത പലരുമുണ്ട്. അദ്ദേഹവും ഇത്തരത്തിലുള്ള മദ്യ ലോബിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. മുമ്പ് ചില ബാറുകളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്ന് വരെ വാർത്തയുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ആദർശ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നവരുമുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ അത്തരം അഭിപ്രായം? ഇല്ല, തീർച്ചയായിട്ടും VM സുധീരനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ആർക്കും അദ്ദേഹത്തിന്റെ ആദർശത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഇറക്കി വിടുന്ന ചില നുണപ്രചരണങ്ങൾ മാത്രമാകാം. പക്ഷേ ഇതിനകത്ത് എനിക്കറിയാം, എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ അറിയാം, ഒരുപാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ അറിയാം. അവർക്ക് മദ്യ നിരോധനം, മദ്യവർജനം എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നാട് പോകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കണം, ഒരുപാട് വശങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു വേദിയിലെ ഒരംഗമല്ല ഞാൻ. അതുകൊണ്ട് അതേ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഈ പ്രശ്നം വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല? കോൺഗ്രസിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, UDF തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞ് UDF മുമ്പ് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ ലീഗ് ഇപ്പൊ തനിയെ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുമ്പ് തന്നെ യോഗം ചേരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ സംസ്ഥാനത്തെ നയിക്കുന്ന ഒരു മുന്നണിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ, സംഘടനാ ശേഷിയെ ഒക്കെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇല്ല. കോൺഗ്രസിനും UDF ശക്തമായ നേതൃത്വമുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എത്രയോ തവണ പല നിലപാടുകളിലൂടെയും പല തീരുമാനങ്ങളിലൂടെയും പല പദ്ധതികളിലൂടെയും പല പരിപാടികളിലൂടെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ UDF ഉണ്ട്. അതിനെ സംബന്ധിച്ച് മധ്യത്തിലും അതുണ്ടാവും. യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം ഉണ്ടായി ഈ പ്രശ്നത്തിൽ നിന്ന് UDF സർക്കാർ പുറത്തു വരും. തീർച്ചയായിട്ടും ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം ഇവിടെ ഇല്ല. ഈ പ്രശ്നം ഉണ്ടായി, ഈ വിവാദം ഉണ്ടായതിനു ശേഷം പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. താങ്കൾക്ക് വ്യക്തിപരമായി വിഷമമുണ്ടായി എന്ന് പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു നിലപാടും ചിലരിൽ നിന്നുണ്ടായി. ഇപ്പോഴിതാ ഇവിടുത്തെ ഭദ്രാസനാധിപൻ ഷാനിമോൾക്ക് പിന്തുണ നൽകുന്ന ഒരു പരാമർശമായി രംഗത്ത് വരുന്നു. അങ്ങനെ ചില പിന്തുണയും കൂടി കിട്ടുന്ന സാഹചര്യത്തിൽ അതിലൊക്കെ ഒരു തൃപ്തി തോന്നുന്നില്ലേ? ഞാൻ സത്യത്തിൽ ചെങ്ങന്നൂർ തിരുമേനിയുടെ പ്രസ്താവന ഞാൻ പത്രത്തിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്കിപ്പോൾ ഭൂരിപക്ഷം ഇതിനകത്ത് കിട്ടി, പിന്തുണ കിട്ടി എന്നുള്ളതാണ് എനിക്കെന്താ കാര്യം. ഞാൻ അങ്ങനെ പിന്തുണ ആഗ്രഹിച്ചുകൊണ്ടല്ല. എനിക്കതൊന്നും അല്ല എൻ്റെ പ്രശ്നം. എന്നെ ആരെങ്കിലും പിന്തുണ, ഞാൻ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ താഴെ തട്ടിൽ ഉള്ള ഒരാളാണ്. ആ കാര്യത്തിൽ സ്ഥാനത്തിലോ ഒക്കെ ഞാൻ ചിലപ്പോൾ പല പദവികളിലും ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും അങ്ങനെ ഒരു പൊതുജന പിന്തുണ ആർജിച്ച് ആരെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശമോ എനിക്ക് ജയിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷേ എന്നെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. അത് ഇനി വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മദ്യലോബിയുമായിട്ട് എനിക്ക് ഉണ്ട് എന്ന് ഏറ്റവും പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് പറഞ്ഞത് മാത്രമാണ് എന്നെ ഇന്ന് അലട്ടുന്ന പ്രശ്നം. ഇനി എന്താണ് പരിപാടി? അന്വേഷണ കമ്മീഷന്റെ വരവ് കാത്തിരിക്കുകയാണ്. അല്ല, ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ടും 17-ാം തീയതി വരെ എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരണം. അപ്പോൾ തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം പല കോണിൽ നിന്ന് ഞാൻ നിരീക്ഷിച്ച്, എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇന്ന പരിപാടി എന്നിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതിനകത്ത് അത്തരം ഭാവിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. പിന്നെ അതുകൊണ്ട് എന്താണ് പരിപാടി എന്നുള്ളതിൽ ആ ചോദ്യം തന്നെ പ്രസക്തമല്ല. വളരെയധികം തന്നെ ഞങ്ങളുമായി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. സന്തോഷം. ഷാനിമോൾ ഉസ്മാനുമായി പീപ്പിൾ TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ നടത്തിയ പ്രത്യേക അഭിമുഖമാണ് കണ്ടത്. നിലവിലുള്ള വിവാദ വിഷയങ്ങളിലെല്ലാം തന്നെ ഷാനിമോൾ അവരുടെ നിലപാട് പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളിലൂടെയെല്ലാം ഒരു സമഗ്രമായ ഒരു അഭിമുഖമാണ് നമ്മൾ കണ്ടത്.